ബസ് ഡ്രൈവർ ഭാഗത്താണ് ശരി. അയാളുടെ പണിയാണ് നോക്കിയത്. ഒന്ന് വേഗം പോകണമെന്ന് ആരെങ്കിലും അങ്ങനെ കുറിയ വന്ന് നിർത്തുവോ? ഇല്ലല്ലോ. അധികാരം കയ്യിലുള്ളവർക്ക് എന്തുമാകാമെന്നുള്ള അഹന്തയാണ് ആ സംഭവം ഉണ്ടായത്. ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിലും അത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെ അവർക്ക് ഒരു 21-ാമത്തെ വയസ്സിൽ അവർക്ക് മേയർ സ്ഥാനം കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരവും അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. അല്ലാതെ നമ്മളെന്തിനു പറഞ്ഞ കാര്യം, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവരൊക്കെ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. നമ്മളെ പാവപ്പെട്ടവർ പറഞ്ഞ ഒന്നും നടക്കുകയൊന്നുമില്ല. അപ്പോൾ തന്നെ സഡനായിട്ട് പെട്ടെന്ന് വന്ന റോഡ് സെൻറ്ററിൽ വന്ന് അത് ഓവർ ഷോയാണ്. ഒരു KSRTC ഒരു ഒന്നാമതേ അവർക്ക് ശമ്പളമില്ല. ഇനി പുള്ളിക്കാരനെയൊക്കെ ഇനി ഒരു ചിലപ്പം കൊന്നുകളയാൻ പോലും ചിലപ്പം അങ്ങനെ ഒരു ഗതിയിലോട്ട് പോവും. ചേട്ടാ, ഈ KSRTC ബസ്സിൽ ഇപ്പോൾ ഇഷ്യൂ ഉണ്ടല്ലോ മേയറുമായിട്ടുള്ള അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മളെന്തിനു പറഞ്ഞ കാര്യം, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവരൊക്കെ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. നമ്മളെ പാവപ്പെട്ടവർ പറഞ്ഞ ഒന്നും നടക്കുകയൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ പറയാൻ. ആരുടെ ഭാഗത്താണ് ശരിയെന്ന്? ഡ്രൈവർ ഭാഗത്ത് തന്നെയാണ്. അവരെ കൊണ്ട് വണ്ടി നിർത്തിയത് അവർ പോലീസൊന്നും അല്ലല്ലോ, അവരൊരു പദവി നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ അതിനെയൊക്കെ കാണിക്കും, ഒന്നിലും ഒതുക്കി നിർത്താം. അല്ലെങ്കിൽ അവർ വേറല്ലേ, അവർക്ക് KSRTC റിപ്പോർട്ട് ചെയ്യാം. അതും പറ്റിയ അവർ കൊണ്ട് മറ്റേ ഗുണ്ടായുസം കാണിക്കും പോലെയല്ലേ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പാവപ്പെട്ട ഡ്രൈവറുടെ പേരിൽ അത് കഴിഞ്ഞൊരു നടി പാവപ്പെട്ട അയാളെ പേരിൽ കൊണ്ടുവരും. ഡ്രൈവർമാർക്കാർക്കും ജീവിക്കണ്ടേ ഇവിടെ? വേറെ ഇടതുപക്ഷക്കാരിയായതിന് വല്ലാണ് ഇത്ര പ്രശ്നം ഉണ്ടാകാൻ കാര്യം. നേരെ മറിച്ച് വേറെ സ്ത്രീയാണ് സംഭവിച്ചിരുന്നെങ്കിൽ പത്രങ്ങളിൽ ആഘോഷമാക്കി. പത്രങ്ങൾക്ക് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM എന്നുള്ള CPM-ന്റെ അനുഭാവി ആര് എന്ത് ചെയ്താലും വലിയ ദോഷമായിട്ട് വരും. എനിക്ക് പറയാനുള്ളത് തെണ്ടിത്തരമായി പോയി. കംപ്ലീറ്റ് അല്ല പറയും പോലെ വലിയവർക്കൊരു നിയമം, ചെറിയവർക്കൊരു നിയമം, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും യദു എന്ന് പറഞ്ഞ പുള്ളിയുടെ ജോലിയിൽ പോയത് ഇതൊരു വലിയൊരു ഇതാണല്ലോ. അവർക്ക് മേയർ MLA അവർക്ക് പദവിയുണ്ട്, പൈസയുണ്ട്. ഒരു പാവപ്പെട്ടവൻ്റെ ജോലിയും പോയി, ശമ്പളവും പോയി. ഇതൊക്കെയല്ല അവസ്ഥ. മേയറുടെ അഹങ്കാരവും കൈവക്കും അധികാരത്തിൻ്റെ ഇതിലാണ് കാണിച്ചത്. അതായത് ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന ഒരാൾ എന്തായിരുന്നാലും അവർക്ക് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളൊരു ഈഗോ ഉള്ളത് കൊണ്ടാണ് അവർ മനഃപൂർവ്വം ഒരു സൃഷ്ടിച്ചെടുത്തതാണ് അവർ. മേയർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പാർട്ടിയുടെ ഒരു പിൻബലവും പാർട്ടി ക്ലാസ്സുകളിൽ അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ വളരെ ചെറുപ്രായത്തിലെ അവർക്ക് ഒരു 21-ാമത്തെ വയസ്സിൽ അവർക്ക് മേയർ സ്ഥാനം കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരവും അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. അല്ലാതെ ഞാനൊരു CPM പ്രവർത്തകനാണ്. എനിക്ക് തോന്നിയത് കുഴപ്പമില്ലെന്നാണ്. ബസ് ഡ്രൈവർ അയാളുടെ പണി നോക്കിയതാണ്. മേയറാണ് കുറിയ വന്ന് നിർത്തുക, അയാൾ ഇറങ്ങിയ. ബസ് ഡ്രൈവർ ഭാഗത്താണ് ശരി. അയാളുടെ പണിയാണ് നോക്കിയത്. ഒന്ന് വേഗം പോകണമെന്ന് ആരെങ്കിലും അങ്ങനെ കുറിയ വന്ന് നിർത്തുവോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങേര് ഇതാക്കിയത്, ചൂടായത്. അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. അല്ല, ഇപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് താമസക്കാരനാണ്. ഇവിടെ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും അല്ലാതെ അന്ന് തന്നെ മറ്റേ ദൂരദർശൻ ചാനലിലേക്ക് നമ്മൾ കണ്ടതാണ്, TV ചാനലിൽ കണ്ടതാണ്. പക്ഷേ കണ്ടത് വെച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യേണ്ടിയിരുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെങ്കിലും ഭാവിയിൽ ഇതുപോലൊരു സംഭവം വനിതകൾക്ക് ഉണ്ടാവരുത് എന്ന് മനസ്സിൽ കരുതിയെങ്കിലും സഡനായി ആക്ഷൻ എടുത്തത് ജനഹൃദയങ്ങളിൽ അത് മറ്റൊരു രീതിയിലാണ് കണ്ടത്. ബസ് അന്നത്തെ സാഹചര്യം അത് ചെയ്ത് കണ്ടാൽ ചിലപ്പോൾ നല്ലത് പറയുമെന്ന് ആവേശം കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അത് ദോഷത്തിലേക്കാണ് ഭവിച്ചത്. ഇപ്പോൾ ഈ KSRTC ബസ്സിലെ ഡ്രൈവർ യദുവും അതുപോലെ തന്നെ മേയറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ നോക്കിക്കാണും? അതിൻ്റെ അഭിപ്രായം എന്താണ്? എന്തായാലും അതിൻ്റെ കേസ് കോടതിയിൽ നടക്കുകയല്ലേ. കേസ് തെളിയട്ടെ ആരാണ്. ഞാനത് നേരിട്ടുള്ള ദൃക്സാക്ഷിയല്ലല്ലോ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിലും അത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ KSRTC ഡ്രൈവറിന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 2 ജനപ്രതിനിധികൾ ഒരു ബസ്സിൽ കയറി പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗവൺമെൻറ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. എന്നിട്ട് കുറ്റക്കാരാരായാലും ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ
എന്നാണ് അതിനുവേണ്ടിയാണ് അവർ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. മേയറായാലും MLA ആയാലും. പിന്നെ അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളത് കൊണ്ട് ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും സപ്പോർട്ട് ചെയ്താണ് ഇപ്പം സംഭവം നടക്കുന്നത്. ഭരണപക്ഷം അവരെ അനുകൂലിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ട്രാൻസ്പോർട്ട് മന്ത്രിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ കൃത്യമായി അന്വേഷണം നടത്തി അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണം. അപ്പോൾ അവർ ചെയ്തത് റോങ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അതിപ്പം അവർ ക്രോസ് ചെയ്ത് വണ്ടിയല്ലേ അത് റോഡ് സെൻറ്ററിൽ വെച്ചല്ലേ അങ്ങനെ ആക്കിയത്. ആ അതിപ്പോൾ അല്ലെങ്കിൽ അത് അവർ നമ്പർ നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് നോക്കേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ സഡനായിട്ട് പെട്ടെന്ന് വന്ന റോഡ് സെൻറ്ററിൽ വന്ന് വന്ന് അത് ഓവർ ഷോയാണ്. ഡ്രൈവർ ഭാഗത്ത് തെറ്റെന്ന് പറയാൻ അവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മെയിനായിട്ടുള്ളത് മേയറിൻ്റെ ഇതിൽ തന്നെ പ്രോബ്ലം വരുന്നത്. കാരണം അത് നോട്ട് ചെയ്തിട്ട് പിന്നീട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നതിലിരുന്ന് ബെറ്ററായിരുന്നു. അധികാരം കയ്യിലുള്ളവർക്ക് എന്തുമാകാമെന്നുള്ള അഹന്തയാണ് ആ സംഭവം ഉണ്ടായത്. ഇതിനെതിരെ ഇപ്പം നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ജനം. ഞാനും പ്രതികരിക്കുന്നു. KSRTC ഡ്രൈവർ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളായ മാത്രമാണ് ഇത്രയും ഒരു പ്രശ്നമായത്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകില്ല. അതുമാത്രമല്ല KSRTCയിലുള്ള ഒരു പാവം ജീവനക്കാരനാണ് ഇത് ഈ രാജേന്ദ്രനെ പോലുള്ള ഒരു മേയർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി പാവപ്പെട്ടവൻ്റെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ, എന്തോ പുള്ളിക്കാരൻ്റെ സാലറി അതെല്ലാം ഹോൾഡ് ചെയ്ത് ഉള്ള സംഭവങ്ങളെല്ലാം നടക്കും. അത് ഇത്രയും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. പക്ഷേ ഒരു KSRTC ഒന്നാതെ അവർക്ക് ശമ്പളമില്ല. ഇനി പുള്ളിക്കാരനെയൊക്കെ ഇനി ഒരു ചിലപ്പം കൊന്നുകളയാൻ പോലും ചിലപ്പം അങ്ങനെ ഒരു ഗതിയിലോട്ട് പോകും. കാരണം ഇത്രയും ചെയ്യാൻ പറ്റണ അവർക്ക് ചുമ്മാ ചെയ്യാൻ പറ്റും. അതിലൊന്നും കഥയൊന്നുമില്ല. എന്നാലും പാവം എന്തായാലും എല്ലാവരും ഈ KSRTCക്ക് ആളിനാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ രാജേന്ദ്രൻ നമ്മളെ പാർട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല.